ഹായ് ഫ്രണ്ട്സ്, കുംഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. കുറച്ചധികം പേരായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് തുടങ്ങാമോ എന്ന്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡെയിലി വീഡിയോ കണ്ടുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ്സുകളുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളെ മറ്റു ട്രെയിനിങ് വീഡിയോസ് ഉണ്ടാകും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വാമപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ നേരെ നിൽക്കുക. ഇവിടെ നിന്ന് നിങ്ങളുടെ ടോയിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യുക. ടോ ഒന്ന് അപ്പ് ചെയ്തിട്ട്, അധികം ഹൈറ്റ് വേണ്ട, ചെറിയ രീതിയിലൊന്ന് ജമ്പ് ചെയ്യാം. അതിനുശേഷം ഈ ജമ്പിങ്ങിൽ തന്നെ ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിൽ, അധികം ഫാസ്റ്റ് ആവണ്ട, ഇതൊന്ന് റൺ ചെയ്യാം. ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഫസ്റ്റ് റൗണ്ട് ഇതുപോലെ ഒന്ന് റൺ ചെയ്യുക. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങളുടെ നീ ഒരല്പം കൂടി ഹൈറ്റ് കൂട്ടും. ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒരു കൈ ഇവിടെ ഇതുപോലെ ഒന്ന് സപ്പോർട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും. ആ കൈയിലേക്ക് ടച്ച് കിട്ടുന്ന രീതിയിൽ അപ്പം ഇത് 2 റൗണ്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. കൈകൾ ഇതുപോലെ ഒന്ന് നിവർത്തി പിടിക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ മുന്നിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യാം, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ട്. അതിനായിട്ട് ഓരോ സ്റ്റെപ്പ് ഇതുപോലെ വെച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യും. ഈ ലെഗ് വെക്കുന്നതും നമ്മുടെ കൈ റൊട്ടേറ്റ് ചെയ്യുന്നതും ഒരേ പാറ്റേണിൽ തന്നെയാണ്. നമ്മൾ കൈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫോഴ്സിലോട്ട് ഈ ലെഗിനെ മാറ്റുന്ന രീതിയിൽ ബോഡി വെയിറ്റ് അങ്ങനെ ഇട്ടുകൊണ്ട് ഈ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ അടുത്ത മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. നമ്മൾ ലെഗ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഹീല് കൈ രണ്ടും ഇതുപോലെ ഒന്ന് പുറകിൽ കണ്ട ഇതുപോലെ ഒന്ന് ബാക്കിൽ ഇതുപോലെ വെക്കുക. ഇനി നിങ്ങളുടെ കാലിൻ്റെ ഹീല് ഇതിലേക്ക് ടച്ച് ആവുന്ന രീതിയിൽ നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പീഡ് അധികം കൂട്ടണ്ട, ചെറിയ സ്റ്റെപ്പ് വെച്ച് ഹീല് വന്നിട്ട് ഈ കൈയിൻ്റെ വെള്ളയിലേക്ക് വന്ന് ടച്ച് ആവുന്ന രീതിയിൽ. താഴെ കുത്തുന്ന കാലിൻ്റെ ടോ മാത്രമാണ് താഴെ ടച്ച് ആവുന്നത്, ഹീൽ ടച്ച് ആവുന്നില്ല. നമ്മൾ ടോയിലാണ് ഓൾറെഡി റൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാം. ഇനി ലെഗ് റൈസ് ചെയ്തുകൊണ്ടൊന്ന് മൂവ് ചെയ്യാം. നമുക്ക് ഒരു കാല് മുന്നിലായിട്ട് വെക്കുക. കൈകൾ രണ്ടും ഇതുപോലെ നിങ്ങളുടെ അരയുടെ ഇരുവശത്ത് വെക്കുക. പിന്നെ ഇവിടുത്തെ ബാക്ക് ലെഗ് ഉണ്ടോ, മുന്നിലേക്ക് ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട്. താഴേക്ക് വരുന്ന സമയത്ത് അത് ഫോർവേഡ് ലെഗ് മുന്നിലേക്ക് വെച്ചിട്ട് അടുത്ത ലെഗ്. ഇതുപോലെ മൂവ് ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മിഡിൽ ലെവലിൽ ഹൈറ്റ് ചെയ്താൽ മതി. പ്രാക്ടീസ് ആവും തോറും ലെഗിൻ്റെ ഹൈറ്റ് മാക്സിമം ഉയർത്തിക്കൊണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വാക്കും കൂടി ചെയ്യാം. ഒരു കാല് മുന്നിലായിട്ട് വെക്കുക. ഇനി ബാക്കിലെ ലെഗ് എടുത്തിട്ട് മുട്ടുകാല് ഇതുപോലെ മുന്നിലേക്കൊന്ന് റേസ് ചെയ്തെടുക്കുക. റേസ് ചെയ്തെടുത്തിട്ട് ഇതിവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ബാക്കിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതിലൂടെ എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് വെക്കുക. ഓരോ കാലും ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മുടെ ഹിപ്പ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് ടേൺ ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് സ്റ്റെപ്പ് വെക്കുക. അതുപോലെ ഓരോ സ്റ്റെപ്പും മുന്നിലേക്ക് മൂവ് ചെയ്ത് പോവുക. ഇതുപോലെ മാക്സിമം ഒന്ന് വൈഡ് കിട്ടുന്ന രീതി. നിങ്ങൾ ആദ്യം സമയത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര റൊട്ടേഷൻ വേണ്ട, പക്ഷെ ചെയ്ത് പ്രാക്ടീസ് ആകുന്നവരും ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ലെഗൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ഇതുപോലെ ഫ്ലോറിലേക്ക് ഇതുപോലെ ഒന്ന് ഇരിക്കുക. കാലിൻ്റെ ടോയാണ് നമ്മൾ താഴെ ടച്ച് ചെയ്തിരിക്കുന്നത്. ഹീല് റൈസ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. നിങ്ങൾ കൈകൾ രണ്ട് ഇതുപോലെ പുറകിൽ ഇങ്ങനെ ക്യാച്ച് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് ഓരോ സ്റ്റെപ്പും മുന്നിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വാക്ക് ചെയ്യാം. ഹീല് നമ്മൾ താഴെ ടച്ച് ആവുന്നില്ല, പകരം ടോയാണ് ടച്ച് ആവുന്നത്. ചെയ്യാനൊരു അല്പം ടഫായിരിക്കുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്കും പറ്റുന്നത് പോലെ ചെറിയ മൂവ്മെൻറ്റുകളായിട്ട് കുറച്ച് തവണ ചെയ്യുക. അതിനുശേഷം ഓരോ ദിവസം തോറും പ്രോഗ്രസ് അനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാം. കാലിന് നല്ലൊരു വർക്കൗട്ട് കൂടിയാണ്. കാലിൽ നമ്മൾ കിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കാലിന് നല്ല സ്ട്രെങ്ത് ആവശ്യമാണ്. അപ്പം ഇതേപോലെയുള്ള മൂവ്മെൻറ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാലിൻ്റെ സ്ട്രെങ്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ബോഡിയുടെ ഒരു ബാലൻസിങ്ങും. അപ്പോൾ ഇത് ചെയ്യാം.
അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ട്രെയിനിങ് ആണ് ചെയ്തത്. ക്ലാസ്സുകൾ മുടങ്ങാതെ ഫോളോ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നത് പോലെ ബൈ.